വിശ്വാസത്തിൻ്റെ ദുർബലമായ അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗമായ അവിശ്വാസം നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കും. ചിലപ്പോൾ നമ്മുടെ സംശയങ്ങളോ അവിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങളോ ആഴത്തിലുള്ള ധാരണയിലേക്കും ശക്തമായ വിശ്വാസത്തിലേക്കുമുള്ള വാതിൽ തുറക്കുന്നു. നമ്മുടെ സംശയങ്ങളെ സത്യസന്ധതയോടെ അഭിമുഖീകരിച്ച് അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളിൽ പ്രവർത്തിക്കുവാൻ നാം ദൈവത്തെ ക്ഷണിക്കുന്നു. ശക്തരായ വിശ്വാസികൾക്ക് പോലും അവിശ്വാസത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നതായി ബൈബിൾ നമ്മെ കാണിക്കുന്നു. മർക്കോസ് സുവിശേഷം 9-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. സംശയവുമായി പോരാടാറുണ്ടെന്ന് ഈ സത്യസന്ധമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. അത് തിരിച്ചറിയുകയും അവിശ്വാസത്തിനപ്പുറം വിശ്വാസത്തിലേക്ക് നീങ്ങാൻ ദൈവത്തോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നതിലാണ് ശക്തി. അവിശ്വാസത്തിന്റെ ശക്തി തകർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ സംശയത്തെക്കുറിച്ച് ദൈവത്തോട് സത്യസന്ധത പുലർത്തുക. അവ മറച്ചു വയ്ക്കരുത്, മറിച്ച് പ്രാർത്ഥനയിൽ പരസ്യമായി പങ്കുചേരുക. വിശ്വാസത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. കഥയിലെ പിതാവിനെ പോലെ നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ ദൈവത്തോട് അപേക്ഷിക്കുക. വളരാനുള്ള ഒരു വാതിലായി സംശയത്തെ ഉപയോഗിക്കുക. ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുക. നിങ്ങൾ അനിശ്ചിതത്വത്തിലായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ സഹായിച്ച സമയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. പോരാട്ടത്തിലൂടെ പോലും വിശ്വാസം പടിപടിയായി വളരുന്നു. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങൾക്ക് അവിശ്വാസം നേരിടുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. അത് സത്യസന്ധമായി ദൈവത്തിലേക്ക് കൊണ്ടുവരിക. കർത്താവിൽ കൂടുതൽ വിശ്വസിക്കുവാൻ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് അനുഭവിക്കുമ്പോൾ പഴയ സംശയം ആഴമേറിയതും കൂടുതൽ വ്യക്തിപരവുമായ വിശ്വാസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.